റിപ്പോർട്ടഡ് ബ്രേക്കിംഗ് EVM-ന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ് നേതാവ് BM ജമാൽ തന്നെയും ബന്ധപ്പെട്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തലുമായി കാസർഗോഡ് LDF സ്ഥാനാർത്ഥിയായിരുന്ന ഷാനവാസ് പാദൂർ EVM ഹാക്ക് ചെയ്ത് ഫലം അനുകൂലമാക്കാമെന്ന് വാഗ്ദാനം നൽകി. എന്നാൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാകുമെന്നതുകൊണ്ട് വഴങ്ങിയില്ല എന്നും ഷാനവാസ് പാദൂർ. കാസർഗോഡ് മണ്ഡലത്തിലെ ഫലം അട്ടിമറിച്ചുവെന്ന് സംശയമുണ്ട്. കൃത്യമായ അന്വേഷണം വേണമെന്നും ഷാനവാസ് പാദൂർ ആവശ്യപ്പെട്ടു. മറ്റൊരാൾ മുഖാന്തരമാണ് എന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളാണ് എന്നെ ബന്ധപ്പെട്ടത്. അദ്ദേഹം ഒരിക്കലും എന്നെ ഡയറക്റ്റ് ബന്ധപ്പെട്ടില്ല. അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റും. അത് മറ്റൊരു മണ്ഡലത്തിന്റെ പേര് പറഞ്ഞിരുന്നു, കോഴിക്കോടുള്ള നമ്മുടെ റിയാദ് മിനിസ്റ്റർ അനുസരിച്ച് മണ്ഡലത്തിന്റെ പേരൊന്ന് ബേപ്പൂർ മണ്ഡലത്തിൽ അവരിത് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തിരുവനന്തപുരത്ത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ സമീപിച്ചത്. പക്ഷേ നമുക്കിതിലൊന്നും വിശ്വാസവുമില്ല. അതോടൊപ്പം തന്നെ ജനവിധി അട്ടിമറിക്കാൻ നമുക്ക് താല്പര്യമില്ല. അത്തരത്തിലാണ് ഞങ്ങൾ കാര്യങ്ങളെ മുമ്പോട്ട് പോയത്. പണം ആവശ്യപ്പെട്ടിരുന്നു. ഇല്ല, ഞാൻ ആദ്യം പിന്നെ അതിനെ പറ്റിയിട്ട് കേൾക്കാൻ പോലും തയ്യാറായില്ല. പിന്നീട് വീണ്ടും എന്നോട് പറയുകയാണ്, അത് 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 14-ാം തീയതിയോടുകൂടി തന്നെ കൃത്യമായ കണക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റും. പിന്നെ ഇത് 4-ാം തീയതി കണക്ക് നോക്കിയിട്ട് അത് കറക്റ്റാണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ പൂപ്പറമ്പ, ഈ രണ്ട് വാദങ്ങളാണുള്ളത്. ഒന്ന്, EVM അട്ടിമറിക്കാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ശ്രമിക്കുന്നു, അത് തടയിടാൻ തന്റെ കയ്യിൽ സാങ്കേതിക ശേഷിയുണ്ട്, താൻ അത് പ്രയോഗിക്കാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില സ്ഥാനാർത്ഥികളുമായി ഇയാൾ ബന്ധപ്പെട്ടു, അതിന് പണം ആവശ്യപ്പെട്ടു എന്നുള്ളത്. മറ്റൊന്ന്, അനുകൂലമായി EVM ഹാക്ക് ചെയ്യാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്ന ഒരു ഓഫർ മുന്നോട്ട് വെച്ചുകൊണ്ട് സമീപിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഷാനവാസ് പാദൂർ വ്യക്തമാക്കുന്നത് എന്താണ്? എത്ര പണം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ടോ? മാധു, ഇതിൽ ഈ BM ജമാൽ ബന്ധപ്പെട്ടത് UDF സ്ഥാനാർത്ഥികളെ മാത്രമല്ല LDF സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. ഷാനവാസ് പാദൂർ, കാസർകോട്ടെ LDF സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ഇതിൽ BM ജമാൽ ബന്ധപ്പെട്ടത് പ്രത്യേകിച്ച് മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളെ ബന്ധപ്പെട്ട് പറഞ്ഞത്, ഇതിൽ നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞു. അതിൽ BJPക്ക് അനുകൂലമായി EVM ഹാക്ക് ചെയ്ത് അവർക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പരാജയപ്പെടും. അതിൽ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയോട് ചില കണക്കുകൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. 2500 വോട്ടുകൾക്ക് പരാജയപ്പെടും. ആ രീതിയിലാണ് BJP സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് മറികടന്നുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായി, അതായത് UDFന് അനുകൂലമായി റിസൾട്ട് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതികവിദ്യ, ജർമ്മൻ സാങ്കേതികവിദ്യ തൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ താൻ ആവശ്യപ്പെടുന്ന ഇതിനാവശ്യമായിട്ടുള്ള ചെലവ് ആകുന്ന ഒരു പണം നൽകിക്കഴിഞ്ഞാൽ അതിനു വേണ്ട സാങ്കേതിക വിദ്യ ഒരുക്കി നൽകാം. അതായത് EVM ഹാക്ക് ചെയ്ത് അനുകൂലമായിട്ടുള്ള റിസൾട്ട് നൽകാം. ഇപ്പോൾ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ BJP സെറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനുകൂലമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഉണ്ട് എന്നതാണ് ഈ സ്ഥാനാർത്ഥികളോട് പറഞ്ഞത്. നിലവിലെ മഞ്ചേശ്വരം MLA ആയിട്ടുള്ള AK മഷ്റഫ് അതിന് വഴങ്ങിയില്ല. അത്തരത്തിലൊരു സാങ്കേതിക വിദ്യയുടെ ആവശ്യം തനിക്കില്ല എന്ന് തന്നെ പറഞ്ഞ് തിരിച്ചയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആ മണ്ഡലങ്ങളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട്, പണം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് UDF ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. കൃത്യമായിട്ടുള്ള അതിൻ്റെ കണക്ക് ലഭ്യമായിട്ടില്ല. ഒരു മണ്ഡലത്തിൽ നിന്ന് 40 ലക്ഷത്തിലധികം രൂപ ഉണ്ട്, അത് നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ മാത്രമാണ്. അതിന് കൃത്യമായി സ്ഥിരീകരിച്ചൊരു തുക എത്രയാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. എന്തായാലും ഈ 2 മണ്ഡലങ്ങളിൽ നിന്നും പണം നൽകിയിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ UDF ജില്ലാ കമ്മിറ്റി നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നുണ്ട്. അതേറെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ EVM ഹാക്ക് ചെയ്ത് റിസൾട്ട് അനുകൂലമാക്കാമെന്ന് ഒരു ഇടനിലക്കാരനും ആരും ആയിക്കോട്ടെ അയാൾ വന്ന് സമീപിക്കുമ്പോൾ അതിന് വഴങ്ങി പണം നൽകിയെന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള, അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണം ഇതിൽ വേണ്ട കാര്യമാണ്. മറ്റൊന്ന്, നമ്മളിപ്പോൾ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ LDF സ്ഥാനാർത്ഥി, കാസർകോട്ടെ LDF സ്ഥാനാർത്ഥിയായിരുന്ന ഷാനവാസ് പാദൂരിനെയും സമാനമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും കൂടുതൽ മണ്ഡലങ്ങൾ, ജില്ലക്ക് പുറത്തുള്ള കൂടുതൽ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ ഇവർ സമീപിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. നിലവിൽ UDF കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച ചേർന്ന UDFന്റെ ജില്ലാ കമ്മിറ്റി യോഗം ഇത് 1.5 മണിക്കൂർ സമയമെടുത്ത് ഇത് വിശദമായി ചർച്ച ചെയ്യുകയും
പിന്നീട് ഇതിൽ കൃത്യമായ അന്വേഷണം നടത്താൻ UDF-ന്റെ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇത് ഒരു UDF-ൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട അന്വേഷണമല്ല, അതിന് പുറത്തുള്ള അന്വേഷണം ഇതിൽ ആവശ്യമാണ് എന്ന വ്യാപകമായി തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഷാനവാസ് പാദൂരിന്റെ അടക്കം വെളിപ്പെടുത്തലിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. നേരത്തെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. ഒന്ന് ഈ പറയുന്നത് പോലെ EVM ഹാക്ക് ചെയ്ത് ഫലം അനുകൂലമാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട്, മറ്റൊന്ന് എതിർ രാഷ്ട്രീയ പാർട്ടികൾ അത് ഹാക്ക് ചെയ്തിട്ടുണ്ട്, അതിനെ അതിജീവിക്കാനുള്ള സാങ്കേതിക വിദ്യ തന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പണം ആവശ്യപ്പെടുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ പണം ആരെയൊക്കെ സ്വാധീനിച്ച് നേടിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.